ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ കൂടെ നീറ്റ് എക്സാമിന് നല്ല സ്കോർ വാങ്ങിച്ച ഒരു മിടുക്കി കുട്ടിയാണ് ആര്യനന്ദന. അപ്പോൾ ആര്യനന്ദനയുടെ പാരൻസും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ പ്രിപ്പറേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ചെയ്തത്, അതുപോലെ തന്നെ നീറ്റിന് നല്ല സ്കോർ കിട്ടിയതിന് ശേഷം എന്തൊക്കെയാണ് ഇനി പ്ലാൻസ്, ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയാം. സോ എത്രയാണ് മാർക്ക് വന്നത്? 686. ഓക്കെ, 686 മാർക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു സ്കോറാണ്. കേരളത്തിൽ നല്ലൊരു മെഡിക്കൽ കോളേജിൽ എന്തായാലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റും. കേരളത്തിൽ തന്നെ ജോയിൻ ചെയ്യാനാണ് വിചാരിക്കുന്നത്, അതോ കേരളത്തിന് പുറത്ത് പോകാൻ വിചാരിക്കുന്നുണ്ടോ? കേരളത്തിൽ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത്. ഓക്കെ, എയിംസിൽ കൊടുത്തു കിട്ടുകയാണെങ്കിൽ എയിംസിൽ കൊടുത്തു നോക്കണ്ട. എയിംസും ജിപ്മറും അപ്പൊ കൊടുത്തു നോക്കണം. ജിപ്മർ കിട്ടാൻ ചാൻസ് കുറവാണ്. ഓക്കെ, സോ എയിംസും ജിപ്മറും കൊടുത്തു നോക്കണം. ഓക്കെ, നല്ല കോളേജിൽ തന്നെ ജോയിൻ ചെയ്യണം എന്തായാലും. ഓക്കെ, യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 1 ഇയർ റിപ്പീറ്റ് ചെയ്തു. ഫസ്റ്റ് റിപ്പീറ്റ് ആണ്. ഓക്കെ, കഴിഞ്ഞ അറ്റംപ്റ്റിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 552 മാർക്കിൽ നിന്ന് ഇപ്പോൾ 686 എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയത് പ്രിപ്പറേഷനിൽ? കഴിഞ്ഞ ഇയറിൽ ഞാൻ തിയറീസ് ആയിരുന്നു കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നത്. തിയറി തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. തിയറിയാണ് കൂടുതൽ വായിക്കും. ക്വസ്റ്റ്യൻസ് അത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ക്വസ്റ്റ്യൻസിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ ഫാക്കൽറ്റീസും മെന്റേഴ്സും ഒക്കെ ഇങ്ങനെ എപ്പോഴും പറയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. സോ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തു. തിയറി തന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, എക്സാം എഴുതി കഴിഞ്ഞുള്ള ഫീൽ എങ്ങനെയായിരുന്നു? കോൺഫിഡന്റ് ആയിരുന്നു എക്സാം എഴുതി കഴിഞ്ഞു വരുന്ന സമയത്ത്? നല്ല സ്കോർ ഉണ്ടാവും ഉറപ്പായിരുന്നു. ഓക്കെ, റിസൾട്ട് ഒക്കെ വന്ന് മറ്റേ കട്ട് ഓഫ് മാർക്ക് ഒക്കെ വലിയ ഹൈ എന്നൊക്കെ പറഞ്ഞപ്പോ എന്തെങ്കിലും തോന്നിയപ്പോ? ഇല്ല, അപ്പോ സ്റ്റിൽ സേഫ് ആണ്. ഓക്കെ, എങ്ങനെയാണ് യൂണിവേഴ്സിൽ റിപ്പീറ്റ് ചെയ്യാൻ എത്തിയത്? പാരന്റ്സിന് മറുപടി പറയാം. എന്താണ് അച്ഛൻ ആക്ച്വലി എന്താ ചെയ്യുന്നത്? ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ്, ലാൻഡ് അക്വിസിഷൻ സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. മഞ്ചേരി ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ഓഫീസിലാണ്. ഓക്കെ, ഇവിടെ ആദ്യമായിട്ട് പഠിച്ചിരുന്നത് തൃശ്ശൂർ ഒരു സ്ഥാപനത്തിലായിരുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് 552 മാർക്കാണ് കിട്ടിയത്. അത് +2 കൂടെ ചെയ്തായതുകൊണ്ട് കുറച്ചൊരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തുടർന്ന് നാട്ടിൽ തന്നെ വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ഒരു രീതിയിലുള്ള ഒരു സ്ഥാപനം നോക്കി നടക്കുകയായിരുന്നു. ഡേ സ്കോളർ ആയിട്ടാണ് യൂണിവേഴ്സിൽ റിപ്പീറ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ കാണാൻ വേണ്ടി വന്നു. സാറിനെ കണ്ടു. അപ്പോൾ സാറ് ഇതേപോലെ ഞങ്ങൾക്ക് പിന്നെ സാറ് പറഞ്ഞു തീർച്ചയായിട്ടും നടക്കും, നല്ല സ്കോർ വാങ്ങണം, 700 തന്നെ വാങ്ങണം, 710 തന്നെ വാങ്ങണം, അല്ലെങ്കിൽ പിന്നെ എയിംസ് തന്നെ ചെയ്യണം തന്നു. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ്, ഒരു കോൺഫിഡൻസിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഓക്കെ, നല്ല റിസൾട്ടും ഉണ്ടായിരുന്നു. യൂണിവേഴ്സിൽ നല്ല റിസൾട്ടും. യെസ്. അമ്മ എന്താ ചെയ്യുന്നത്? ഞാൻ LP സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, മോളെ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? വീട്ടിൽ ഇപ്പോൾ ഡേ സ്കോളർ ആയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടില് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? അതല്ലെങ്കിൽ വളരെ ഈസി ആയിരുന്നോ, ബുദ്ധിമുട്ടായിരുന്നോ? ഒരിക്കലും ഒരു ഈസി ടാസ്ക് ആയിരുന്നില്ല. അവരൊപ്പം നിക്കാന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യം തന്നെയായിരുന്നു. അവര് സഫറിങ്സ്, ആ ടെൻഷനും ഒക്കെ കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഒപ്പം ആശ്വസിപ്പിക്കുക എന്നുള്ളതും ഒപ്പം നിക്കുക എന്നുള്ളതും നല്ല നമുക്ക് തന്നെ പുറത്തു പോവാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവരെ ഒപ്പം നിൽക്കാൻ മാത്രമേ ചെയ്യാൻ പറ്റൂ. അതായത് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് നടക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പാരൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആക്ച്വലി ചെയ്യാനുള്ളത് അവർക്ക് അവരുടെ ഒരു പഠിക്കാൻ ആവശ്യമായ ഒരു എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അതിന് നമ്മൾ എന്താണോ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നല്ല മാർക്കൊക്കെ വന്നപ്പോൾ ഹാപ്പി ആയിരുന്നാ? അത്രയും ഒരാള് സ്ട്രെയിൻ ചെയ്തിട്ട് അതിന്റെ ഒരു അങ്ങേ അറ്റത്താണ്. ഒരു നിസ്സാര സ്ട്രെയിൻ ഒന്നും അല്ല. അത്രത്തോളം തന്നെ സ്ട്രെയിൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം ഓരോ ക്രൈറ്റീരിയ വെച്ച് ഇന്ന് ഇത്ര തീർക്കണം, അപ്പൊ നാളത്തേക്ക് ഒരു ഇത്തിരി ബാക്കിയായാൽ അതിന്റെ ടെൻഷൻ, ആരെങ്കിലുമൊക്കെ വന്നാലും ഒക്കെ മാക്സിമം അവരൊക്കെ സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരും ഒപ്പം നിന്നിട്ടുണ്ട്. എല്ലാരും മനസ്സിലാക്കിയിട്ട് കൂടെ നിന്നിട്ട് അവള് പഠിച്ചോട്ടെ, ഞങ്ങക്ക് പിന്നെയും വരാലോ എന്ന് പറഞ്ഞു. നമ്മൾ വീട്ടിലെ അറ്റ്മോസ്ഫിയറിനെ ഇവൾക്ക് വേണ്ടി മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആര്യനന്ദന്റെ ഒരു സ്റ്റഡി സ്റ്റൈൽ എങ്ങനെയാണ് ആക്ച്വലി? സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സമയം, അല്ലെങ്കിൽ ഏത് സമയത്താണ് പഠിക്കുക? ടെക്സ്റ്റ് ബുക്ക് ആണോ, മെറ്റീരിയൽസ് ആണോ, പ്രോബ്ലം സോൾവിംഗിലേക്കാണോ ആദ്യം പോവുക? അങ്ങനെയൊക്കെ ഒരു പ്രത്യേക സ്ട്രാറ്റജി. അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ ഈ മാർക്കിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? പ്രോബ്ലം സോൾവിംഗ് തന്നെ. പ്രോബ്ലം സോൾവിംഗ് തന്നെയാണ്. നീറ്റ് ബേസ്ഡ് ആയിട്ട് പഠിക്കാൻ. അപ്പൊ അതിന്റെ മുന്നേ അല്ലെങ്കിൽ ഒരു സിലബസിൽ ഒതുങ്ങാത്ത രീതി ഉണ്ടായിരുന്നോ? നീറ്റിന് പുറത്തേക്കുള്ള ക്വസ്റ്റ്യൻസിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഒരു എക്സാമിന്, കോമ്പറ്റീവ് എക്സാമിന് പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കണല്ലോ. അതൊന്നും എനിക്ക് കഴിഞ്ഞ വർഷം അറിയണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ വന്ന്
അതായത് ഇപ്പോ നിങ്ങളുടെ ക്ലാസ്സിലുള്ളവരും ആരും മോശക്കാരൊന്നുമില്ല, എല്ലാവരും നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ അവിടെ തന്നെ ഉണ്ടാവും. ചെയ്തിട്ടുണ്ടായിരുന്നു ബാച്ചിലെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അപ്പൊ ഹോസ്റ്റലിൽ അല്ലെങ്കിലും അല്ല ഹോസ്റ്റൽ അല്ലെങ്കിലും എനിക്ക് അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഹിബനെ പോലുള്ള ആൾക്കാരുണ്ടാവും. എപ്പോഴും അമ്മയോട് പറയും ദിയ കുട്ടികള് എങ്ങനെ പഠിക്കണം എന്നുള്ളത് അവരുടെ അടുത്തുനിന്നാണ്. അവിടെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന്റെ അടുത്തുനിന്നാണ് എന്ത് പഠിക്കണം. അവള് വളരെ ടെൻസ്ഡ് ആയിട്ട് ഈ പോർഷൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവരോട് ഹെൽപ്പ് ചോദിക്കുമ്പോ അവരിങ്ങോട്ട് പറഞ്ഞു തരുമ്പോഴാണ് ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ വേറെയാണ്. ആ ഒരു ഉൾക്കാഴ്ച ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഫാക്കൽറ്റീസിനെ അപ്രോച്ച് ചെയ്യാം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും. മെന്റേഴ്സ് ആയാലും ഞാൻ വീട്ടിലായതുകൊണ്ട് തന്നെ മെസ്സേജ് അയക്കുക ചെയ്യാം ഷാദിയ മിസ്സിനൊക്കെ ഞങ്ങളുടെ മെന്ററിന്. അപ്പൊ മിസ് അപ്പൊ എപ്പോ ഡൗട്ട് ചോദിച്ചാലും പറഞ്ഞു, ഈവൻ രാത്രി മെസ്സേജ് അയച്ചാൽ പോലും മിസ് എനിക്ക് ക്ലിയർ ചെയ്ത് തരാം ഡൗട്ട്സ് ഒക്കെ. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോൾ നമ്മൾ ഈ ടീച്ചർ പറഞ്ഞ പോലെ നമ്മൾ ഏത് ഫോക്കസ് ചെയ്യണം ഏത് ഫോക്കസ് ചെയ്യണ്ട എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ എനർജി ബേസിക്കലി വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ആവശ്യമില്ലാത്തൊരു സാധനത്തിന് കുറേ സമയവും എനർജിയും എഫേർട്ടും കളയാതെ വേണ്ടതിന് ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് വേർതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. പഠിക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എങ്ങനെ പഠിക്കണം എന്നുള്ളത് തുടക്കത്തിൽ കുറെ കാലം അറിയില്ലായിരുന്നു. അത് ജസ്റ്റ് ഒരു വർഷത്തോളം അങ്ങനെ പോയി. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ക്ലിയർ കട്ടായ ഒരു ഐഡിയ കിട്ടുന്നത്. ഓക്കെ, എക്സാംസ് ഒക്കെ എല്ലാം എഴുതാറുണ്ടായിരുന്നില്ലേ? എത്ര മാർക്ക് വരാറുണ്ടായിരുന്നു ഇവിടുത്തെ എക്സാംസിലൊക്കെ? എനിക്ക് എല്ലാ എക്സാമിലും ഒരു 640 എന്തായാലും വരാറുണ്ട്. ഓക്കെ ഓക്കെ. ഈ ഒരു സ്കോർ ഒക്കെ എത്തുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു ടാർഗറ്റ് ഒക്കെ ഉണ്ടായിരുന്നോ? 640 650 ഉണ്ടായിരുന്നു. ആ റേഞ്ച് ആക്ച്വലി ഇപ്പൊ കട്ട് ഓഫിന്റെ റേഞ്ച് ആയി മാറിയിട്ടുണ്ട്. വലിയൊരു ഡിഫറൻസ് ആണ് പ്രാവശ്യം വന്നത്. ഈ സ്കാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കേട്ടപ്പോ എന്തായിരുന്നു ഫീലിംഗ്? ആദ്യം ഒരു ടെൻഷൻ തോന്നി, കാരണം ക്യാൻസൽ ചെയ്യുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. ഓക്കെ, അവസാനം സുപ്രീം കോടതി വെഡിക്റ്റ് പറയുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യും എന്നുള്ളത് യാതൊരു ധാരണയില്ലായിരുന്നു. വീണ്ടും എഴുതേണ്ടി വരികയാണെങ്കിൽ അത് വലിയ പ്രയാസമാണ്. നമുക്ക് ആവണമെന്നില്ല, മാനസികമായിട്ട് നമ്മൾ തളരും. അതാണ് വീണ്ടും എന്നെ കൊണ്ട് വീണ്ടും എഴുതിപ്പിക്കുന്നത്, എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്നൊക്കെ ഉള്ള. അത്രയും കാലം ഒരു അത്യാവശ്യം പാട്ടൊക്കെ പാടുന്ന ആളാ. ഒരു പാട്ട് മൂളിപ്പാട്ടായിട്ട് പോലും പാടാൻ സമയം കണ്ടെത്താതെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കുട്ടികൾ. അപ്പൊ പിന്നെ അതിക്ക് തന്നെ തിരിച്ചു പോയിട്ട് വീണ്ടും ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. NTA ആക്ച്വലി നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് ഇത്തരത്തിലുള്ള അപാകതകൾ ഇല്ലാതെ നടത്തുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ആക്ച്വലി ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരാൻ പോകുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ആര്യ പറയാം? NCERT നന്നായിട്ട് ഫോക്കസ് ചെയ്യും. NCERT തന്നെയാണ് മെയിനായിട്ട്, എസ്പെഷ്യലി നീറ്റ് പോലുള്ള എക്സാമിന് NCERT നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് എക്സാം എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് വരിക. അപ്പോൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്യുക. പിന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. എപ്പോഴും കിട്ടുന്നുള്ളൊരു വിശ്വാസം എപ്പോഴും ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അതില്ലെങ്കിൽ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും എത്ര എഫേർട്ട് എടുത്താലും നമ്മൾ വിചാരിച്ച ആ ഒരു ലെവലിൽ എത്താൻ പറ്റില്ല. അപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക, നല്ല ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, ഫൈൻ. സോ ഏതായാലും നമ്മുടെ കൂടെ ഇത്രയും നേരം സംസാരിച്ചതിന് നന്ദി പറയുന്നു. താങ്ക് യു ഫോർ ലിസണിങ്.